PSW മുടക്കുന്ന പൈസ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഈ ഒരു വിസ ചിലപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വിസ എന്തുകൊണ്ടും PSWനും കാട്ടി എത്രയും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആക്ച്വലി ഇത് UK പുറത്തു നിന്നും നമുക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ നമുക്കൊരു വേറൊരു വിസയിലോട്ട് സ്വിച്ച് ചെയ്യാനും നമുക്കിത് പറ്റും. PSW എലിജിബിൾ ആകാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സംഭവം കൂടി ട്രൈ ചെയ്യാം കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു Eudreams. സ്വന്തം ഭവിഷ്യല്ല പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, ലക്ഷങ്ങൾ മുടക്കി PSW എടുക്കണോ അതോ വേറെ ഏതെങ്കിലും വിസയ്ക്ക് സ്വിച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അതിൽ തന്നെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഈ വീഡിയോ. നമ്മൾ അതിനകത്തൊരു സ്റ്റാർട്ടപ്പ് വിസയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ PSW മുടക്കുന്ന പൈസ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഈ ഒരു വിസ ചിലപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഇവിടെ 6 ലക്ഷം രൂപയൊക്കെ ഇതിനെ പോലുള്ള ഒരു 6 ലക്ഷം രൂപയൊക്കെയാണ് PSWന് മുടക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റിയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എന്നാലേ ഇതിനെക്കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള വെറൈറ്റി ഇൻഫർമേഷൻസും അബ്രോഡ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ അബ്രോഡ് വർക്ക് പെർമിറ്റുമായിട്ടുള്ള പല അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ തരുന്നുണ്ട്. ഇൻഫർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് ചാനലാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുവാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ നമുക്ക് അധികം വലിച്ച് നീട്ടാതെ തന്നെ കിടക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ടപ്പ് വിസേനെ കുറിച്ചാണ്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടി ഒരു വിസയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അക്ഷമരായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ ഒന്നും തന്നെ കാണാനായിട്ടാവില്ല. ഇനിയിപ്പോൾ നാളെ ഈ വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ട് മാത്രം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വന്ന് നമ്പറിൽ തന്നെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ചാനലിൽ വീഡിയോസ് തീർച്ചയായും തന്നെ കാണുക. വർക്ക് പെർമിറ്റിൻ്റെ ഒരു വീഡിയോ തംബ്നെയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കാറാണ് പതിവ് ഗൈസ്. അപ്പോൾ നിങ്ങൾ പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രം എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, ഇന്ന് നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് വിസ നമ്മളറിയാമല്ലോ, ഇവിടെ PSW നമ്മളിവിടെ UK വന്നപ്പോൾ തന്നെ ലക്ഷങ്ങൾ മുടക്കി ചിലവാക്കിയിട്ടാണ് വരുന്നത് ഓരോ സ്റ്റുഡൻസ്. ഇപ്പോൾ മാസ്റ്റേഴ്സ് എടുക്കാൻ വരുന്ന ഓരോ സ്റ്റുഡൻസും ലക്ഷങ്ങൾ തുടങ്ങിയിട്ട് അതിലിപ്പോൾ ഡിപ്പെൻഡൻസും കൂടെ വരുന്നുണ്ടെങ്കിൽ അത് ഇരട്ടിയാവും. പിന്നെ അവർക്ക് പൈസ ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ PSW എല്ലാവരും ഫ്രീ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ഇരുട്ടടി കിട്ടിയ പോലെ തന്നെ PSWന് ഏകദേശം 2000 പൗണ്ടോളം ചാർജ് വരുന്നുണ്ട്. ഒറ്റയ്ക്ക് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ കഷ്ടപ്പെടും. ഇപ്പോൾ ഞങ്ങളൊക്കെ പോലുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ ചിലവാക്കിയ പൈസയൊക്കെ നമ്മളിനി ഇവിടെ പണിയെടുത്ത് ഒരു പക്ഷേ അടയ്ക്കാൻ പറ്റിയെന്നുണ്ടെങ്കിലും വീണ്ടും ഇരുട്ടടി പോലെ ഈ PSWനും നമ്മൾ പൈസയായിട്ട് അടയ്ക്കേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറിറ്റേറ്റ് തന്നെയാണ്. എന്നാൽ കൂടി നമുക്ക് ഇവിടെ നിൽക്കണം എന്നുള്ളൊരു നമ്മുടെ ഒരു സംഭവമാണ്, നമ്മുടെ ഒരു ആഗ്രഹമാണ്. നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് മാക്സിമം കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നൊരു കാര്യം PSW അല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് വിസ. ഇതല്ലാതെ Tier 2 ഒക്കെ ഉണ്ട്. Tier 2 കിട്ടുന്നവർക്ക് അത് മാറാം കേട്ടോ. അത് കിട്ടാത്തവർ ഇല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ UK കണ്ടിന്യൂ ചെയ്യണം, അതുപോലെ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ PSW എന്തായാലും PR കൗണ്ട് ചെയ്യില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ ഇന്നോവേറ്റർ വിസയും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ എടുക്കുന്നൊരു വിസയായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽമെൻറ്റിന് നല്ലത്, PSWനും കാട്ടി നല്ലത്. PSWനും കാട്ടി എത്രയും ബെറ്ററും ഈ വിസ തന്നെയാണ്, നമ്മുടെ സ്റ്റാർട്ടപ്പ് വിസയാണ്. കാരണം PSW PR ഒരിക്കലും കൗണ്ട് ചെയ്യില്ല. എന്നാൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് വിസ പ്ലസ് ഇൻവെൻറ്റർ വിസ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് PR കൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ആർക്കൊക്കെ ഇവിടെ തുടങ്ങാൻ പറ്റും, അതേപോലെ തന്നെ എത്ര ഫണ്ട് ഇതിന് വേണം, അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സ്റ്റാർട്ടപ്പ് വിസേനെ കുറിച്ച് അറിഞ്ഞത് കാരണം ഞാനിവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതേപോലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാനായിട്ട് ഞാൻ നോക്കുകയായിരുന്നു, ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി. അപ്പോൾ അതിന് വേണ്ടി കൂടുതൽ ഞാൻ സോളിസിറ്റേഴ്സിൻ്റെ അടുത്തും പല വ്ളോഗ്സും സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഇൻഫർമേഷൻസ് കിട്ടിയത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ, ഞാനൊരു സോളിസിറ്ററോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ അഡ്വൈസറോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എൻ്റെ റിസേർച്ചിൽ നമ്മുടെ UKVAയുടെ ഗവൺമെൻറ് വെബ്സൈറ്റും അതേപോലെ തന്നെ മറ്റ് വ്ളോഗേഴ്സിൻ്റെ ചാനലിലൊക്കെ റിസേർച്ച് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻസാണ് എൻ്റെ ചാനലിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവരം ഇത് യൂസ് ചെയ്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുക. ഒരു ഡിസ്ക്ലൈമർ ആട്ടോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ടപ്പ് വിസ അപ്ലൈ ചെയ്യേണ്ടവർക്കും ചെയ്യാൻ താല്പര്യമുള്ളവർക്കും തന്നെ ഈ സ്റ്റാർട്ടപ്പ് വിസയിൽ അപ്ലൈ ചെയ്യാം. നാട്ടിൽ നിന്നാണെങ്കിൽ ഇത് ഏകദേശം ഒരു 6 വീക്സ് എങ്ങാണ്ട് എടുക്കും ഇതിൻ്റെ പ്രോസസ്സിങ് ടൈമും അതേപോലെ തന്നെ ഒരു ഡിസിഷൻ വരാനൊക്കെ ആയിട്ട്. പക്ഷേ UK നിന്നാണെങ്കിൽ 8 വീക്സാണ്, കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കും. ഓക്കെ, ഈ സ്റ്റാർട്ടപ്പ് വിസയുടെ ഡിസിഷൻ വരാനായിട്ട്. ഈ ഒരു വിസ എന്തുകൊണ്ടും PSWനും കാട്ടി എത്രയും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും PSW PR കൗണ്ട് ചെയ്യില്ല. പിന്നെ 10 വർഷം വരെയൊക്കെ നിൽക്കാൻ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ PSWയിൽ കൗണ്ട് ചെയ്ത് സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് പക്ഷേ അതൊന്നും നമുക്ക് പോസിബിളായിട്ടൊന്നും വരില്ല. കാരണം നമ്മളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോസിബിളായിട്ടൊന്നും വരില്ല. ഇതിൻ്റെ ഓവർവ്യൂ നോക്കാം. നമ്മുടെ സൈഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, you can apply for a startup visa if you want to set up an innovative business in the UK.
it must be something that's different from anything else on the market. യു മീറ്റ് അതർ എലിജിബിലിറ്റി. വേറെ ഇതിലൊന്നും ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഇതിൽ എഴുതി പിടിപ്പിച്ചു എന്നുള്ളത്. ഞാനിപ്പോൾ കുറേ സോളിസിറ്റേഴ്സിന് വിളിച്ച് ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർക്ക് വിസ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു 2-3 എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്നാമത് റിയൽ എസ്റ്റേറ്റ് ഏജൻസ് എല്ലാം ഇവിടെ സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പ്രൊഫഷൻ ത്രൂ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കമ്പനി തുടങ്ങുന്നതിന് നമുക്കിവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് കിട്ടാനായിട്ട്. ഓക്കെ. പിന്നെ രണ്ടാമത് ഇവിടുത്തെ കഫറ്റീരിയകൾ ഇല്ലെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ നമുക്ക് സ്റ്റാർട്ടപ്പ് വിസ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഓക്കെ. ഈ ഒരു വിസ നമുക്ക് ഒരു നല്ലൊരു വിസ സ്കീം നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്യാനും മര്യാദയ്ക്ക് ഒരു ബിസിനസ് കൊണ്ട് നടക്കണം എന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ നല്ലൊരു വിസയാണ് കേട്ടോ സ്റ്റാർട്ടപ്പ് വിസ. അതുപോലെ ടൂർ കമ്പനികളും കാര്യങ്ങളെല്ലാം നടത്തുന്നവർക്കൊക്കെ ഈ ഒരു വിസ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോഴിക്കട, ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്, ഒരു കോഴിക്കട നടത്തുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടപ്പ് ഇവിടെ സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റിൽ, കാരണം ഈ ബ്രെക്സിറ്റ് വന്ന സമയത്ത് ഒരുപാട് യൂറോപ്യൻസ് അവരുടെ ബിസിനസ് അവിടെ തന്നെ ഇട്ടിട്ട് പോവുകയുണ്ടായിരുന്നു. അപ്പോൾ അവരെ പിടിച്ച് നിർത്താൻ കൂടിയിട്ട് ആണ് ഈ ഒരു വിസ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം കുറച്ചും കൂടി യൂറോപ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിസ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ വിസയിൽ മുതലെടുക്കേണ്ട ആൾക്കാർ നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് പല കാര്യം പലർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് മുതലെടുക്കുക, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ നമുക്ക് മുതലെടുക്കാൻ പറ്റിയ ഒരവസ്ഥയാണ്. കാരണം ഇനിയിപ്പോൾ എല്ലാവരും തിരിച്ചു വന്ന് എല്ലാവരും സ്റ്റാർട്ടപ്പ് വിസയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിസ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ വിസ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. കുറച്ച് നല്ല പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്നവരടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നടക്കുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട്. കാരണം ഞങ്ങളത് ചെയ്യാൻ വേണ്ടി ഒരു 90% സംഭവം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനാണ് കേട്ടോ. എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 1, 18 വയസ്സിന് മേലെ ആയിരിക്കണം. 2, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, അതായത് IELTS മസ്റ്റാണ്. ഒരു മിനിമം ഒരു 5.5 എങ്കിലും IELTSൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എമൗണ്ടൊക്കെ കാണിക്കണം. അല്ല, നമുക്കിവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അതിൽ ബിസിനസ് സപ്പോർട്ട് ചെയ്യാനല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ബിസിനസ്സിന് ഫണ്ട് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കും കേട്ടോ. ബിസിനസ്സിന് നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ് അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഇതേപോലെ എൻഡോസിങ് ബോഡീസ് ഉണ്ട്, അവർക്ക് കൊടുത്തിട്ട് വേണം. അവർ അംഗീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങളുടെ പ്ലാൻ കൊടുത്ത് യൂണിവേഴ്സിറ്റി ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫണ്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലൊരു 10,000-15,000 പൗണ്ട് ഉണ്ടെങ്കിൽ സുഖമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാം. ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ തുടങ്ങാൻ പറ്റുന്ന പല ബിസിനസ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ആൾക്ക് PSW എടുക്കുന്ന 6 ലക്ഷം രൂപയൊക്കെ വരും. അപ്പോൾ അതേ സമയത്ത് നമുക്ക് ഈ 6 ലക്ഷം രൂപയ്ക്കൊക്കെ തുടങ്ങാൻ പറ്റിയ ചെറിയ ബിസിനസ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് നല്ലൊരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു എൻഡോസിംഗ് ബോഡിക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അവർ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് വിസ റിജക്റ്റ് ആവുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു റിജക്ഷൻ ഒഴിവാക്കി നിങ്ങൾക്ക് മാക്സിമം അത് സ്പോൺസർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്പെൻഡൻ്റുമായിട്ട് ഇവിടെ വരാം, ഡിപ്പെൻഡൻ്റുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, അതിന് ഡിപ്പെൻഡിനെ കൊണ്ടുവരാനൊക്കെ പറ്റുന്ന ഒരു വിസ കൂടിയാണ് ഈ സ്റ്റാർട്ടപ്പ് വിസ. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാൻ നോക്കാം. നമുക്ക് ആക്ച്വലി ഇത് UK പുറത്തു നിന്നും നമുക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഇതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സിങ് ടൈം മിനിമം UK പുറത്തു നിന്നാണെങ്കിൽ ഒരു 3 വീക്സുമാണ്. അതുപോലെ UK അകത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 8 വീക്സ് ടൈമും നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കും. ഇതിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 363 പൗണ്ടാണ് ഈ സ്റ്റാർട്ടപ്പ് വിസയിൽ വരുന്നത് കേട്ടോ. ഇപ്പോൾ UK നിന്ന് മറ്റൊരു വിസയിൽ നിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 493 പൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ചിൽഡ്രൻസിന്, അതുപോലെ പാരൻസ് ചിൽഡ്രൻസ് അവരെ കൊണ്ടുവരികയാണെങ്കിൽ ഈ സെയിം എമൗണ്ട് തന്നെയാണ് അവർക്കും വരുന്നത്, ഇതിൻ്റെ ഫീസായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ആൻഡ് ബയോമെട്രിക്സിന് നമ്മൾ ഏകദേശം ഒരു 19 പൗണ്ട്, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടുകളാണ് ഇവർ ചോദിക്കുന്നത്. വലിയൊരു ഫീസോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചോദിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ വിസയിൽ നിന്നിട്ട് തന്നെ നമുക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത വിസയാണ്. ഈ സ്റ്റാർട്ടപ്പ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഇയർ വിസയാണ്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു Tier 2 വിസയിലോട്ട് മാറാൻ പറ്റും. ഇവിടെ ഒരു ജോബ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് മാറാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിലേക്കോ അങ്ങനെ മറ്റ് വിസകളിലേക്ക് മാറാൻ പറ്റും. അതെല്ലാം ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്നോവേറ്റർ വിസയിലേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻസാണ് ഈ വിസയിലുള്ളത്. ഇന്നോവേറ്റർ വിസയുടെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. നിങ്ങൾ സ്റ്റാർട്ടപ്പ് വിസ നോക്കുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തെ കമൻസിൽ നമുക്ക് കിട്ടുന്ന റിപ്ലൈ അനുസരിച്ചിട്ട് നമ്മൾ ഇന്നോവേറ്റർ വിസയുടെയും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോർമൽ മറ്റ് വിസകളെ പോലെ തന്നെ IHS ഇതിനകത്ത് പേ ചെയ്യണം. അത് ഇതിൻ്റെ IHS നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ എങ്ങനെ പേ ചെയ്യുന്നത് അതിൻ്റെ കാൽക്കുലേറ്റേഴ്സും കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെ IHS ഇതിനകത്ത് പേ ചെയ്യണം. നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വാട്ട് യു ക്യാൻ ആൻഡ് കാനോട്ട് ഡു.
ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. സ്റ്റാർട്ടപ്പ് വിസയിൽ നമുക്ക് പാർട്ട്നേഴ്സിനും ചിൽഡ്രൻസിനും ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വർക്ക് ചെയ്യാം. നമ്മൾ ഈ വർക്ക് ചെയ്ത് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, അബ്രോഡും കാര്യങ്ങളും പോകാനും തിരിച്ചു വരാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഈ നമുക്കൊരു വേറൊരു വിസയിലോട്ട് സ്വിച്ച് ചെയ്യാനും നമുക്കിത് പറ്റും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് യു അപ്ലൈ ഫോർ മോസ്റ്റ് ബെനിഫിറ്റ്സ് പബ്ലിക് ഫണ്ട് ഓർ സ്റ്റേറ്റ് പെൻഷൻസ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പബ്ലിക് ഫണ്ട്സോ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വർക്ക് ആസ് എ പ്രൊഫഷണൽ സ്പോർട്സ് പേഴ്സൺ, ഫോർ എക്സാമ്പിൾ സ്പോർട്സ് കോച്ച്, അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല. സ്പോർട്സ് പേഴ്സൺ നമ്മൾ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന പോലെ തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസും ഇതിനകത്തുണ്ട്. സെറ്റിൽ ഇൻ ദ UK ഓൺ ദ വിസ, ഈ വിസയിൽ നമുക്ക് സെറ്റിൽ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതും പകൽ പോലെ സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഗൈസ്, അപ്പോൾ ഇത്രയുള്ള സ്റ്റാർട്ടപ്പ് വിസയുടെ കാര്യങ്ങളും എലിജിബിലിറ്റീസും. ഇതിന് നമുക്ക് നല്ലൊരു പ്രൊഫൈലാണ്, നല്ലൊരു ബിസിനസ് പ്ലാനാണ്. അതിനിവിടെ ഒരുപാട് ബിസിനസ് കൺസൾട്ടൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വിസ അപ്ലൈ ചെയ്യുന്നത് ഒരു സോളിസിറ്റേഴ്സിന് നിങ്ങൾ നോക്കുക, നല്ല സോളിസിറ്റേഴ്സ് നോക്കി, നല്ല ഫീസ് കുറഞ്ഞ സോളിസിറ്റേഴ്സ് നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു ഫീൽഡിൽ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ടുള്ള സോളിസിറ്റേഴ്സിനെ നോക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഒക്കെ ചെക്ക് ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ചെറിയ ഷോപ്പുകളും ചെറിയ കടകൾക്കും എല്ലാം ഇപ്പോൾ ഒരുവിധം കിട്ടുന്നുണ്ട് ഈ സ്റ്റാർട്ടപ്പ് വിസ ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് എലിജിബിലിറ്റീസ് വലിയ കാര്യങ്ങളൊന്നുമില്ല. IELTS വേണമെന്നൊരു കടമ്പ മാത്രമേ ഉള്ളൂ. അത് 5.5 ഏറ്റവും തുച്ഛമായിട്ടുള്ളൊരു IELTS സ്കോറാണ് വേണ്ടത്. PSWനെ കുറച്ച് എത്രയും ബെറ്ററാണ്. അതുപോലെ തന്നെ ഡിപ്പെൻഡിനെ കൊണ്ടുവരാം, ഇവിടെ സ്റ്റേ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്കും വർക്ക് ചെയ്യാം. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ഇന്നോവേറ്റർ വിസയിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു നല്ലൊരു സ്കീമാണ്. PSW എലിജിബിൾ ആകാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സംഭവം കൂടി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, കുറച്ച് ഹാർഡ് ഒരു ഹോം വർക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇവിടെ നല്ല ബിസിനസ് കൺസൾട്ടൻസീസ് ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിസയെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. കൂടുതൽ പറഞ്ഞ് ബ്ലാ അടിക്കുന്നതിന് പകരം നിങ്ങൾ നല്ലൊരു സോൾസിറ്ററിനെ സമീപിക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ബൈ.